മമ്മൂട്ടി, മോഹൻലാൽ ഇരുവരും ചേർന്ന് എനിക്കൊന്ന് ഏകദേശം 50 സിനിമകൾക്ക് മുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിൽ മറ്റൊരു സൂപ്പർ സ്റ്റാറിനും ഈ ഒരു റെക്കോർഡില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ തമിഴ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കമൽഹാസൻ രജനീകാന്ത്. കമൽ സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷമാണ് രജനീകാന്ത് സൂപ്പർ സ്റ്റാറായത്. പിന്നെ രണ്ടുപേരും അങ്ങനെ ഒരുമിച്ച് സിനിമകൾ ആ തുടക്കകാലമുണ്ടായിരുന്നു, പിന്നെയില്ല. പിന്നീട് ഇപ്പം തെലുങ്കിൽ നോക്കുകയാണെങ്കിലും അങ്ങനെ, ഇപ്പം ചിരഞ്ജീവി എടുക്കുകയാണെങ്കിൽ, ബാലയ്യ എടുക്കുകയാണെങ്കിലും ഒന്നുമില്ല. കന്നഡ നോക്കിയാലും അങ്ങനെയില്ല. ഇനിയിപ്പം ഹിന്ദി പോയി കഴിഞ്ഞാൽ നമ്മുടെ അമിതാഭ് ബച്ചനെ നോക്കുകയാണെങ്കിലും വേറെ ഏതെങ്കിലും സൂപ്പർ ആക്ട്രസിനെ നോക്കുകയാണെങ്കിലും ഒക്കെ അങ്ങനെ ഈ ഒരു കോംബോ ഇല്ല. പിന്നീടുള്ള ഇങ്ങോട്ടുള്ള അടുത്ത ജനറേഷൻ വരുമ്പോഴും അങ്ങനെ ആ ഒരു കോംബോ ഇല്ല. നമുക്കറിയാം ഖാൻമാരെടുക്കുമ്പോൾ സൽമാൻ ഖാനും ഷാറുഖ് ഖാനും അഭിനയിച്ചെന്ന് പറഞ്ഞാൽ അവർ എല്ലാവരും സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കോമ്പിനേഷൻ സിനിമയില്ല. അതായത് ഒരു മലയാള സിനിമയിൽ പോലും ഇനിയിപ്പം ഒരു പൃഥ്വിരാജും ദുൽഖർ ഒരുമിച്ചുള്ള സിനിമ പോലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണ്, അത് സ്റ്റാർഡം മാറിക്കഴിഞ്ഞു. അത് പക്ഷേ മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെയല്ലായിരുന്നു. തുടക്കകാലം മുതൽ തന്നെ ഒരുമിച്ചാണ് വന്നത്. നമുക്ക് ഒരുമിച്ച് വന്ന് ഒരുമിച്ച് സ്ട്രഗിൾ ചെയ്ത് മലയാള സിനിമയെ കൊണ്ട് നടന്ന രണ്ട് ആക്ടേഴ്സാണ് മമ്മൂട്ടി, മോഹൻലാൽ. ഇരുവരും ഒന്നിച്ച് 50 സിനിമകൾക്ക് മുകളിലുണ്ട്. അതിൽ ഭൂരിഭാഗം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മമ്മൂട്ടി നായകനായിട്ടാണ് വന്നത് തന്നെ. അപ്പോൾ അതിൽ ഭൂരിഭാഗം നമ്മുടെ മോഹൻലാൽ വില്ലനോ സഹകരണമോ ഒക്കെ ആയിരിക്കും. എന്നാൽ ഒരു സിനിമയിൽ മമ്മൂട്ടി വില്ലനും മോഹൻലാൽ നായകനുമായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. മോഹൻലാലും ചേട്ടനും ചെയ്യുന്നത്, അതെ, മമ്മൂട്ടിയുടെ ക്യാരക്ടറിൻ്റെ പേര് ദിവാകരൻ, മോഹൻലാലിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് രവി. രണ്ടുപേരും ചേട്ടനും തന്നെയാണ്. അപ്പം മോഹൻലാൽ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ കുടുംബത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അത് എന്ത് തൊഴിലും ചെയ്യാം, അതായത് കഠിനാധ്വാനം ചെയ്യാൻ റെഡിയാണ്. പക്ഷേ നമ്മുടെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ എന്നുള്ള ദിവാകരൻ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവാണ്. അതായത് നമ്മുടെ തൊഴിലാളികളെ ഊറ്റി ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവില്ല, ആ ഒരു രീതിയാണ്. അതായത് ചടുലനാണ്, കണ്ണിങ് ഫോക്സ് എന്ന് പറയാം, അങ്ങനെ ജീവിതത്തിൽ. അപ്പോൾ രണ്ടുപേരുടെയും സിദ്ധാന്തം രണ്ടാണ്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ സിദ്ധാന്തം രണ്ടും രണ്ടാണ്. അപ്പോൾ ഇരുവരും ഈ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം ബേസ് ചെയ്യാനുള്ള സിനിമയാണ്. അതായത് നമ്മുടെ സന്ദേശം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അതിനെ കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെ കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ഈ ഒരു സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് ടി ദാമോദരനാണ്. മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റൈറ്ററാണ്. അപ്പോൾ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന IV ശശിയാണ്. അപ്പോൾ ഈ സിനിമയുടെ കഥയിൽ മെയിൻ ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ജോലി തേടി പോകുന്നു, തുടർന്ന് അവരെ മറ്റൊരു ലോബിയിൽ അകപ്പെടുന്നു, ഒരു മയക്കുമരുന്ന് ലോബിയിൽ അകപ്പെടുന്നു, തുടർന്ന് അവർ നാട്ടിൽ വരുന്നു, പിന്നീടുണ്ടാകുന്ന ഒരു സംഭവങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ശക്തമായ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും മനോഹരമായ ഒരു സിനിമയാണ്. അതായത് രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊള്ളയ രാഷ്ട്രീയം കൃത്യമായി എടുത്തു പറഞ്ഞ ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും ഗംഭീര അഭിപ്രായമാണ്. 1983 റിലീസ് ചെയ്ത ഈ ഒരു സിനിമയുടെ പേരാണ് ഇനി എന്തുള്ളത്. ഈ ഒരു സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എന്തായാലും മമ്മൂട്ടി വില്ലനും മോഹൻലാൽ നായകനോടുള്ള സിനിമ എന്ന് പറഞ്ഞ ഒരു അപൂർവമാണ്. എന്തായാലും ഈ സിനിമ കാണാത്തവർ സിനിമയൊന്ന് കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.